നമ്മുടെ ഉന്നമനത്തിന് ഊർജ ഉപയോഗം അത്യന്താപേക്ഷിതമാണ്. മനുഷ്യൻ തീ, കാറ്റ്, ഫോസിൽ ഫ്യൂവൽസ്, ആണവോർജം എന്നിവ വഴി ഊർജം ഉപയോഗപ്പെടുത്തിയത് നമുക്ക് വലിയ സാങ്കേതിക മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സഹായിച്ചു. ഇന്ന് ലോകമെങ്ങുമുള്ള ഊർജ ഉപഭോഗം 600 എക്സാജൂൾ കവിഞ്ഞു കഴിഞ്ഞു. സാങ്കേതിക വിദ്യ വളരെയധികം പ്രാധാന്യമാർന്ന കാലത്ത് ഭാവിയിൽ നമുക്ക് അതിനേക്കാൾ കൂടുതൽ ഊർജം ആവശ്യമാകും. ഫോസിൽ ഫ്യൂവൽസ് തീരാനിരിക്കുന്നവയാണ്. സൗരോർജം, കാറ്റ് പോലെയുള്ള പുതുക്കാവുന്ന ഊർജ സ്രോതസ്സുകൾക്കും ചില പരിധികളുണ്ട്. എന്നാൽ മനുഷ്യർ ഭാവിയിൽ അതിരുകൾ കടന്ന് ബഹിരാകാശം കോളനീകരിക്കാൻ ശ്രമിച്ചാൽ നമുക്കതിലധികം ഊർജം ആവശ്യമാകും. ഒരു നക്ഷത്രത്തിൻ്റെ മുഴുവൻ ഊർജം വരെ. ഇതാണ് ഡൈസൺ സ്ഫിയർ എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്നത്. ഒരു നക്ഷത്രത്തിൻ്റെ മുഴുവൻ ഊർജം ശേഖരിക്കാൻ ഇതിലൂടെ കഴിയുന്നു. ഇതിലൂടെ ഭൂമിയിലെ നിലവിലെ ഊർജ ഉപഭോഗത്തേക്കാൾ അനവധി മടങ്ങ് കൂടുതൽ ഊർജം മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയും. ഈ ചർച്ചയിൽ ഡൈസൺ സ്ഫിയർ എന്നതിൻ്റെ ആശയം, അതിൻ്റെ വിവിധ ഡിസൈൻ മാർഗങ്ങൾ, അതിനെ എങ്ങനെ കണ്ടെത്താം, അതിനുശേഷമുള്ള വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. നാഗരികതയുടെ ചരിത്രം ഊർജത്തിൻ്റെ ചരിത്രമാണ്. നമ്മുടെ പൂർവികർ ആദ്യം തീ കത്തിച്ചതിൽ നിന്ന് തുടങ്ങി ഇന്ന് വലിയ വൈദ്യുതി ഗ്രിഡുകളിലേക്ക് എത്തിയിരിക്കുന്നു. വ്യാവസായിക വിപ്ലവത്തിൻ്റെ കാലത്താണ് ആദ്യമായി കൽക്കരി ഉപയോഗിച്ചത്. തുടർന്ന് 20-ാം നൂറ്റാണ്ടിൽ പെട്രോളിയവും ആണവോർജവും കൊണ്ടുവന്നു. ഇന്നത്തെ കാലത്ത് പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകളിലേക്ക് കൈമാറുന്നതിനിടയിലാണ് നമ്മൾ. സാങ്കേതികമായി പുരോഗതി തുടരുമ്പോൾ ഭൂമിയിലൂടെ ലഭ്യമാകുന്ന ഊർജം മാത്രം മതിയാകില്ല. ഈ പ്രശ്നത്തിന് ഒരു ശാസ്ത്രീയ പരിഹാരം ഡൈസൺ സ്ഫിയർ ആണ്. 1960-ൽ ഫ്രീമാൻ ഡൈസൺ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ ആശയം മുന്നോട്ട് വച്ചത്. ഒരു നക്ഷത്രത്തിനെ മുഴുവനായി ചുറ്റി അതിൽ നിന്ന് ഊർജം എടുക്കുന്ന ഒരു ഗണ്യമായ നിർമ്മിതി. ഡൈസൺ സ്ഫിയർ ഒരു വലിയ ഗോളാകൃതിയിലുള്ള നിർമ്മിതിയല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പലരും ഇതിനെ സൂര്യന് മുഴുവനായി ചുറ്റുന്ന ഭീമൻ ഗോളമായി കരുതുന്നു. എന്നാൽ ഡൈസൺ സ്വയം നിർദ്ദേശിച്ചത് അതിലുപരി ലളിതമായിരുന്നു. ഇത് ഒരു നക്ഷത്രത്തിന് ചുറ്റും മുഴുവനായി അതിൻ്റെ ഊർജം ശേഖരിക്കുന്ന ഒരു കൂട്ടം ഉപഗ്രഹങ്ങളായിരിക്കും. ഡൈസൺ സ്ഫിയറിന് പ്രധാനമായി 4 വ്യത്യസ്ത മോഡലുകളാണുള്ളത്. ഡൈസൺ സ്ഫിയറിൻ്റെ ഏറ്റവും പ്രായോഗികമായ രീതിയാണ് ഡൈസൺ സ്വാം. ഇതൊരു നക്ഷത്രത്തിന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഒരു വലിയ ഉപഗ്രഹങ്ങളുടെ ശൃംഖലയാണ്. ഓരോ ഉപഗ്രഹങ്ങളും നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം ശേഖരിച്ച് ഊർജമായി പരിവർത്തനം ചെയ്യുന്നു. സോളാർ സാറ്റലൈറ്റ്സ് നക്ഷത്രത്തിൻ്റെ വിവിധ ഭ്രമണപഥങ്ങളിൽ നിലകൊള്ളും. ഓരോ ഉപഗ്രഹവും പ്രകാശം സംഗ്രഹിച്ച് വൈദ്യുതിയാക്കും. മൈക്രോവേവ് അല്ലെങ്കിൽ ലേസർ ട്രാൻസ്മിഷൻ ഉപയോഗിച്ച് ഗ്രഹങ്ങളിലേക്കും ചാർജിംഗ് സ്റ്റേഷനിലേക്കും എത്തിക്കും. ഇനിയും ഇതിൻ്റെ നിർമ്മാണം എങ്ങനെ? നമ്മൾ സൂര്യനിൽ ഇത് നിർമ്മിക്കാനായി തുടങ്ങുന്നു എന്ന് സങ്കല്പിക്കുക. ആദ്യമായി ചന്ദ്രൻ, മെർക്കുറി പോലുള്ള ഗ്രഹങ്ങൾ, ആസ്ട്രോയിഡുകൾ ഇവയിൽ നിന്നെല്ലാം ഭൗതിക വസ്തുക്കൾ ശേഖരിക്കുന്നു. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ വിവിധ ഗ്രഹങ്ങളിൽ പോയി ഖനനം നടത്തുന്നത് ഓട്ടോമേറ്റഡ് മെഷീൻസ് അല്ലെങ്കിൽ റോബോട്ടുകളാണ്. വേണമെങ്കിൽ മെർക്കുറിയെ മുഴുവനായി ചിതറിച്ച് അവയിൽ നിന്ന് വസ്തുക്കൾ ഉപയോഗിക്കാം. മെറ്റീരിയലുകൾ ഉപയോഗിച്ച് കൂടുതൽ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാം. അങ്ങനെ കോടിക്കണക്കിന് ഉപഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും നിലകൊള്ളും. അവയുടെ ഭ്രമണപഥം ചില ഉപഗ്രഹങ്ങൾ അകത്തും ചിലത് പുറത്തായും ക്രമീകരിക്കണം. ഈ രീതിയിൽ ഒരു നക്ഷത്രത്തിന്റെ ഊർജം മുഴുവനായി ഉപയോഗിക്കാം. ഇതുകൂടാതെ ഡൈസൺ ബബിൾ, ഡൈസൺ റിംഗ്, ഡൈസൺ ഷെൽ എന്നീ മോഡലുകളും ഉണ്ട്. ഇതിൽ നിർമ്മിക്കാൻ സാധ്യതയുള്ള ഡൈസൺ സ്വാം എന്ന മോഡലിനെ പറ്റിയാണ് ഇത്രയും നേരം പറഞ്ഞത്. അടുത്തതായി മറ്റുള്ള 3 മോഡലുകളും നോക്കാം. ഡൈസൺ ബബിൾ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് സാധ്യമല്ലാത്ത ഒരു മോഡലാണിത്. നക്ഷത്രത്തിൻ്റെ ചുറ്റുമുള്ള സോളാർ കളക്ടേഴ്സുകളുടെ ഒരു ബബിൾ പോലെയുള്ള ഘടന. അതായത് സൂര്യന് ചുറ്റും ഒരുപാട് ഭാരം കുറഞ്ഞ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ സോളാർ പാനൽ വയ്ക്കുന്നു. ഇത് ഒരിക്കലും സൂര്യനെ വലം വയ്ക്കുന്നില്ല. പകരം അത് നിശ്ചലമായി നിൽക്കുന്നു. എങ്ങനെയായിരിക്കും ഡൈസൺ ബബിൾ നിശ്ചലമായി നിൽക്കുന്നത്? ഇതിനു കാരണം സൂര്യനിൽ നിന്ന് അകത്തോട്ടും പുറത്തോട്ടുമുള്ള ബലങ്ങളാണ്. സൂര്യനിൽ നിന്നുള്ള ഗ്രാവിറ്റി അകത്തേക്കും
അതുപോലെ സൂര്യനിൽ നിന്നുള്ള പ്രകാശം കൊണ്ടുണ്ടാവുന്ന റേഡിയേഷൻ പ്രഷർ പുറത്തോട്ടും. ഈ രണ്ട് ബലങ്ങൾ കാരണം ഡൈസൺ ബബിൾ നിശ്ചലമായി നിൽക്കുന്നു. സൂര്യനിൽ നിന്നുള്ള എല്ലാ ഊർജവും ശേഖരിച്ച് ഡൈസൺ ബബിൾ സ്പേസ് കോളനിയിലും ഗ്രഹങ്ങളിലേക്കും അയക്കുന്നു. ഡൈസൺ സ്വാമും ഡൈസൺ ബബിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡൈസൺ സ്വാം സൂര്യനെ വലം വയ്ക്കുന്നു, എന്നാൽ ഡൈസൺ ബബിൾ നിശ്ചലമാണ്. ഡൈസൺ സ്വാം പ്രായോഗികമാണെങ്കിലും ഡൈസൺ ബബിൾ ഒരു ആശയം മാത്രമാണ്. മികച്ച സാങ്കേതിക വിദ്യ ഇതിനെ പ്രാവർത്തികമാക്കാൻ അനിവാര്യമാണ്. അടുത്തതായി ഡൈസൺ റിംഗ്. ഏറ്റവും ലളിതമായിട്ടുള്ള മോഡൽ സൗരയൂഥത്തിലെ ശനിയുടെ ചുറ്റുമുള്ള വലയങ്ങൾ പോലെ ഒരു നക്ഷത്രത്തിനു ചുറ്റും സോളാർ കളക്ടറുകൾ സ്ഥാപിക്കുന്നു. ഈ റിങ് സൂര്യന് ചുറ്റും കറങ്ങുകയും ചെയ്യുന്നു. വയർലെസ് രീതിയിലാണ് ഇവിടെ ഊർജം കൈമാറുന്നത്. ഡൈസൺ ഷെൽ സൂര്യന് ചുറ്റും ഒരു ഗ്ലോബ് പോലെ കാണപ്പെടുന്നു. ഇതിന്റെ അകത്ത് മനുഷ്യർക്ക് താമസിക്കാം. നക്ഷത്രത്തിന്റെ 100% ഊർജവും സ്വീകരിക്കുന്നു. ഇത് കൃഷി, കൃത്രിമ കാലാവസ്ഥ മുതലായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്ന് ആലോചിച്ചു നോക്കുക. നമ്മൾ ഒരു ബോളിനുള്ളിൽ താമസിക്കുന്നു. അതിൽ സൂര്യൻ ആകാശത്തിന്റെ മധ്യത്തിൽ ഒരിക്കലും അസ്തമിക്കാതെ നിലകൊള്ളുന്നു. സൂര്യന് ചുറ്റും ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം 150 മില്യൺ കിലോമീറ്റർ വീതി അതിനുണ്ടായിരിക്കും. ശരിക്കും ഈ ഡൈസൺ സ്ഫിയർ നമ്മുടെ ഈ വിശാലമായ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ കാണുമോ? നമുക്ക് ഇത് എങ്ങനെ കണ്ടെത്താം? അല്ലെങ്കിൽ ഡൈസൺ സ്ഫിയറിന്റെ സാന്നിധ്യം ഒരു നക്ഷത്രത്തിന് ചുറ്റും എങ്ങനെ തിരിച്ചറിയാം? ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഒരു നക്ഷത്രം വളരെ തിളക്കം കുറഞ്ഞ് കാണുകയും എന്നാൽ ശക്തമായ രീതിയിൽ ഇൻഫ്രാറെഡിൽ തിളങ്ങുകയും ചെയ്യുന്ന സന്ദർഭം. ഇതിനർത്ഥം ഡൈസൺ സ്ഫിയർ മുഴുവൻ ഊർജവും നക്ഷത്രത്തിൽ നിന്ന് എടുക്കുന്നു. ഡൈസൺ സ്ഫിയർ ഊർജം കളയുന്നില്ലെങ്കിലും അതൊരു ഹീറ്റർ പോലെ ഹീറ്റ് ഒരുപാട് വെളിയിലേക്ക് പുറംതള്ളുന്നു. ഇത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആവുന്നു. ഈ രീതിയിൽ ഡൈസൺ സ്ഫിയറിന്റെ സാന്നിധ്യം കണ്ടെത്താം. യൂഷ്വൽ ഡിമ്മിങ് ഓഫ് സ്റ്റാർലൈറ്റ്. ഡൈസൺ സ്ഫിയറിന്റെ സാന്നിധ്യം ഒരു നക്ഷത്രത്തിൽ ഉണ്ടെങ്കിൽ ആ നക്ഷത്രം ചിലപ്പോൾ തിളക്കത്തിൽ വലിയ വ്യത്യാസം വരുത്തുകയും മങ്ങുകയും ചെയ്യുന്നു. ചിലപ്പോൾ ഒരു സൗരയൂഥത്തിന്റെ നടുവിലുള്ള നക്ഷത്രത്തിനും ഇങ്ങനെ വരാം. അതായത് അതിനു ചുറ്റും കറങ്ങുന്ന ഏതെങ്കിലും ഒരു ഗ്രഹം ആ നക്ഷത്രത്തിനെ മറയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന തിളക്കത്തിന്റെ വ്യത്യാസമായിരിക്കാം. എന്നാൽ ഇത് പീരിയോഡിക് അല്ലാതെ വെറുതെ തോന്നുന്ന രീതിയിൽ തിളക്കത്തിന് കുറവ് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു ഗ്രഹമല്ല ഈ തിളക്ക വ്യത്യാസത്തിന് കാരണം. ശാസ്ത്രജ്ഞർ ടാബി സ്റ്റാർ എന്ന നക്ഷത്രത്തിൽ 22% പ്രകാശം കുറയുന്നതിന് കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ടില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ടാബി സ്റ്റാറിന് ചുറ്റും ഡൈസൺ സ്ഫിയർ പോലെ എന്തെങ്കിലും ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഒരു ഏലിയൻ സിവിലൈസേഷൻ അവിടെ കാണുമോ? സ്ട്രേഞ്ച് സ്പെക്ട്ര. ഒരു നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം സ്പ്ലിറ്റ് ചെയ്താൽ, അതായത് ഒരു മഴവില്ല് പോലെ ആക്കുകയാണെങ്കിൽ അത് എന്തെല്ലാം കൊണ്ട് നിർമ്മിതമാണെന്ന് കണ്ടെത്താനാകും. ഈ സ്പെക്ട്രത്തിൽ വ്യത്യാസം വന്നാൽ അതിനർത്ഥം എന്തോ വിചിത്രമായ ഒരു കൃത്രിമ വസ്തു കാരണമാണ് ഇതെന്ന് അനുമാനിക്കാം. ഈ 3 സന്ദർഭങ്ങൾ നോക്കി ഡൈസൺ സ്ഫിയറിന്റെ സാന്നിധ്യം കണ്ടെത്താം. ഡൈസൺ സ്ഫിയറിന് ഒരുപാട് പരിമിതികളുണ്ട്. ഇതിന് ഒരുപാട് നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള വസ്തുക്കൾ ആവശ്യമാണ്. ഭൂമിയിലെ മാത്രം പോരാ, ഈ സൗരയൂഥം മുഴുവനുമുള്ള വസ്തുക്കൾ ആവശ്യമാണ്. ഗ്രഹങ്ങളിലൊക്കെ പോയി ഖനനം ചെയ്യാനും ഇത് നിർമ്മിക്കാനും ഒരുപാട് ഓട്ടോമേറ്റഡ് മെഷീൻസ്, റോബോട്ട് പോലെയുള്ള സാങ്കേതിക വിദ്യ അത്യാവശ്യമാണ്. ഇതൊരു വലിയ അളവിൽ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കാൻ പ്രയാസമാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 1000ഓളം വർഷങ്ങൾ എടുക്കുന്നതായിരിക്കും. സൂര്യൻ പോലെയുള്ള നക്ഷത്രങ്ങൾ ശക്തമായ ഹീറ്റും റേഡിയേഷനും പുറംതള്ളുന്നു. നിർമ്മിക്കാൻ പോകുന്ന ഈ ഡൈസൺ സ്ഫിയർ പൂർണ്ണമായ എല്ലാ ഊർജവും ശേഖരിച്ച് കൂടുതൽ ചൂടായി ഉരുകാനും ചിതറിത്തെറിക്കാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. ശേഖരിച്ച ഊർജം കൃത്യമായി മറ്റുള്ള ഗ്രഹങ്ങളിലേക്കും ചാർജിംഗ് സ്റ്റേഷനിലേക്കും അയക്കുന്നത് മൈക്രോവേവ് അല്ലെങ്കിൽ ലേസർ ട്രാൻസ്മിഷനിലൂടെയാണ്. ഇതിൽ പിഴവുകൾ സംഭവിക്കുകയാണെങ്കിൽ ഡൈസൺ സ്ഫിയറിനെ അപകടകരമായി അത് ബാധിച്ചേക്കാം. ഒരുപാട് ഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എവിടെയും ഭാഗങ്ങൾ നശിച്ചു പോയാൽ ശരിയാക്കുന്നത് വളരെ പ്രയാസമാണ്. അടുത്ത പരിമിതി വളരെ കൗതുകമുളവാക്കുന്നവയാണ്. ഈ ഡൈസൺ സ്ഫിയർ പോലുള്ള വലിയ രൂപങ്ങൾ പ്രപഞ്ചത്തിലെ മറ്റുള്ള ഏലിയൻ സിവിലൈസേഷനുകൾക്കും വ്യക്തമായി കാണാം. ഇത് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനും തുടർന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനും കാരണമാകും.
ഡൈസൺ സ്ഫിയർ എന്ന ആശയം മനുഷ്യന്റെ സാങ്കല്പിക ഊർജ ആവശ്യങ്ങളിലേക്കുള്ള തെളിവാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യയിൽ ഇത് സാധ്യമല്ലെങ്കിലും ഭാവിയിൽ നാം എത്രമാത്രം പുരോഗതി കൈവരിക്കാമെന്നതിനുള്ള ഒരു ചിന്താവിഷയമാണ്. സൂര്യന്റെ മുഴുവൻ ഊർജം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു മനുഷ്യ സിവിലൈസേഷന്റെ പ്രതിനിധിയായി ഡൈസൺ സ്ഫിയർ ഇന്നും ഭാവിയിലേക്കുള്ള ഗവേഷണങ്ങൾക്കും സാങ്കല്പിക ചിന്തകൾക്കും പ്രചോദനമായി കൊണ്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ വരുന്നതും വരെ ഗുഡ് ബൈ.